മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജോൺ ബ്രിട്ടാസ് നമ്മുടെ കേരളത്തിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിയെ നിർമ്മല സീതാരാമൻ സഭയിൽ നിന്ന് കണ്ടവയങ്ങ് ഓടിച്ചിട്ടുണ്ട്. ഏതായാലും ജോൺ ബ്രിട്ടാസിന് ഖാമാന്നൊരു അക്ഷരം പോലും പറയാൻ സാധിച്ചിട്ടില്ല. ബ്രിട്ടാസ് ഇവിടെ കോൺഗ്രസ്സുകാരോട് കളിക്കുന്നത് പോലെ പോയിട്ട് ചൊറിയാൻ നിന്നതാ. തിരിച്ച് മാന്തി കീറി ഈ പറയുന്ന ബ്രിട്ടാസിനെ ആറ്റിലേക്ക് അങ്ങ് എറിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടാസിനെ മാത്രമല്ല കേട്ടോ, ബ്രിട്ടാസിനെയും ബ്രിട്ടാസിന്റെ ആശയമായിട്ടുള്ള കമ്മ്യൂണിസത്തെയും വലിച്ചു കീറി നിർമ്മല സീതാരാമൻ അങ്ങ് എറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കോ, അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം. John Brittas can please stay here if he wants to hear one line, sir. Yes, That's a typical communist style. Blast everybody with not facts. Twist the facts and do something, and also demand my right, I have to speak, all that. And when actually the replies are going to be given to them point by point, they don't have the courage. Cowards! Communists in this country are total cowards. Member has proven that. They can't face facts, but they will go on filibustering, making noise. I have a right. They don't have a right to listen. When the reply is given, I feel like saying it's my right to stand up and reply. I honor every member for whatever they say and reply, taking their names. Honorable John Brittas should stay here to hear the reply, because he's been creating confusion all over, not just here but in the country, because that's the tactics the communists adopt. നിങ്ങൾ കേട്ടില്ലേ, വിരലി ചൂണ്ടി, അതായത് ബ്രിട്ടാസിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട ഒരൊന്നൊന്നര മറുപടി അങ്ങ് കൊടുത്തിട്ടുള്ളത്. നിർമ്മലക്കെന്ത് പൊട്ടാസ്, നിർമ്മല സീതാരാമൻ എന്ത് ജോൺ ബ്രിട്ടാസ്. നിർമ്മലാജിയോടുള്ളൊരു റിക്വസ്റ്റാ, ഞങ്ങളുടെ കേരളത്തിലെ അടുത്ത പിണറായി ആവാൻ മുന്നോട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാ, ഇങ്ങനെയും തേച്ചൊട്ടിക്കരുത്. എങ്ങനെയൊക്കെയോ ഇമേജ് ബിൽഡ് ചെയ്ത് ഇവിടെ കോൺഗ്രസ്സുകാരെയൊക്കെ ഒന്ന് തോണ്ടിയും ചൊറിഞ്ഞൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയും തേച്ചൊട്ടിക്കരുതായിരുന്നു. ഏതായാലും ഞാനൊന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ളതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ജോൺ ബ്രിട്ടാസിന് ഒരു വരി കേൾക്കണമെങ്കിൽ ദയവായി ഇവിടെ തന്നെ തുടരാം. ഇതൊരു രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് കാലമാണ്. വസ്തുതകൾ ഇല്ലാതെ എല്ലാവരെയും തകർക്കുക, വസ്തുതകൾ വളച്ചൊടിക്കുക, എന്തെങ്കിലും ചെയ്യുക, അതിന്റെ അവകാശം ആവശ്യപ്പെടുക, യഥാർത്ഥത്തിൽ മറുപടികൾ ഓരോന്നായി നൽകുമ്പോൾ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് കേൾക്കാൻ ധൈര്യമില്ല. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ തികഞ്ഞ ഭീരുക്കളാണ്. വസ്തുതകളെ നേരിടാൻ കഴിയില്ലെന്ന് ഈ അംഗം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തുടരും. അവർക്ക് കേൾക്കാൻ അവകാശമില്ല. മറുപടി നൽകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഓരോ അംഗവും എന്തു പറഞ്ഞാലും അവരുടെ പേര് പരാമർശിച്ച് മറുപടി കൊടുത്തു ഞാൻ അവരെ ബഹുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് മറുപടി കേൾക്കാൻ ഇവിടെ തന്നെ നിൽക്കണം. കാരണം അദ്ദേഹം ഇവിടെ മാത്രമല്ല, രാജ്യമെമ്പാടും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണിവ. അതായത് ബ്രിട്ടാസ് ഒരു പൊള്ളയാണ് എന്ന് എന്തൊക്കെയോ വിവരക്കേടുകൾ അവിടെയും ഇവിടെയുമായിട്ട് വിളിച്ചു പറഞ്ഞ് ബഹളമുണ്ടാക്കി പോവുകയാണ്. ബ്രിട്ടാസ് അവിടെ തന്നെ നിൽക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതിയെന്ന് കൃത്യമായിട്ട് പറയാ. ഈ സഭയിൽ ഇതുപോലെ ബ്രിട്ടാസിനെ എടുത്തിട്ട് അലക്കിയതിന് ശേഷം ബ്രിട്ടാസ് എന്താണെന്നോ ചെയ്തത്, നിങ്ങൾ ചിരിച്ചു പോവും. സഭയില് ഈ ജാതി മറുപടി കേട്ടിട്ട് ഓടി വന്ന് മലയാള മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രാജ്യം മൊത്തമാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തെയും ബ്രിട്ടാസിനെയും വലിച്ചങ്ങ് നിർമ്മല സീതാരാമൻ ആറ്റിലേക്ക് അങ്ങ് എറിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ബ്രിട്ടാസിന് ഓടി വന്ന് മലയാള മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്തു. ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം, നിങ്ങളൊന്ന് കേട്ടോക്കൂ.
ഒരു ദിവസം പോലും പാർലമെന്റിൽ വരാത്ത ഭയന്നോടുന്ന മോഡിയുടെയും അമിത്ഷയുടെയും അനുയായിയായ നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇങ്ങനെ പറയണം. ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴുമരത്തിലേക്ക് പോയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോഴാണ് ഈ മാപ്പപേക്ഷ കൊടുത്ത് താണുകേണ് ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കിയ സവാർക്കറുടെയും കൂട്ടരുടെയും അനുയായികളായിട്ടുള്ള നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. അതായത് രാജ്യം മൊത്തം നിർമ്മല സീതാരാമൻ ബ്രിട്ടാസിനെ എടുത്ത് അങ്ങ് കൊടഞ്ഞപ്പോ അതിന് മറുപടി പറയുന്നത് മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ യജാതി നിലവാര. ഇനി ഞാൻ എന്റേതായ രീതിയിൽ പറയുന്നില്ല, മറിച്ച് AM ആരിഫ് നിങ്ങളുടെ MP മുൻ MP എന്തായിരുന്നു പറഞ്ഞത് എന്നറിയോ? അമിത്ഷാ വരുമ്പോ പിടുക്ക് വിറക്കുമെന്ന് ഇവിടെ ഒരു മാധ്യമങ്ങളോട് പറഞ്ഞതാ. ബ്രിട്ടാസ് അത് കേട്ടില്ലെങ്കിൽ AM ആരിഫിനെ ഒന്ന് വിളിച്ചു നോക്ക. ആരിഫെ, നീ ഇതുപോലെ പറഞ്ഞിരുന്നോ എന്ന് ആരിഫ് പറഞ്ഞു തരൂ. അമിത്ഷാ വരുമ്പോ പിടുക്ക് വിറച്ചിരുന്നു എന്ന് മാധ്യമങ്ങളോട് പച്ചക്ക് പറഞ്ഞതാ AM ആരിഫെ. ഇവരുടെ MP ഈ അമിത്ഷാ വരുമ്പോ ഭയമാണ് എന്നുള്ളത് ഓക്കെ, ഇത് നേരിട്ട് കാണുമ്പോ വിറ വരുന്നു. ആ ബ്രിട്ടാസ പറയുന്നത് അമിത്ഷാവും മോദിയും നമ്മുടെ സഭയിലേക്ക് വരുന്നില്ല, മോദിയും അമിത്ഷാ എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളില്ലേ? ഇനിയും നിങ്ങൾ BJPയെ പഠിപ്പിക്കാൻ മാത്രമൊക്കെ വളർച്ചയുണ്ട് എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും തോന്നുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്ത് എത്ര MP നിങ്ങൾക്കുള്ളത്? 1, 2, 3? ഈ വിരലിൽ തീരൂലേ? ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയാരോ ഇടതുപക്ഷം എന്ന് പറയുന്നത്? ഈ രാജ്യത്തിന്റെ ആദ്യ സഭ മുതൽ രാജ്യത്തെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ടുള്ള ആളുകളെ ഇടതുപക്ഷം ഇന്ന് ഉപ്പ് വെച്ച കലം പോലെയാ. ഞങ്ങൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, പുച്ഛിച്ച് തള്ളുക. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരു മുഖ്യമന്ത്രി പോലില്ല ഈ രാജ്യത്ത്. ഒരു മുഖ്യമന്ത്രി ഇല്ല. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷത്തിന് ഇന്ന് ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ഇല്ല. ഇനി VD സവർക്കറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിന്തുണച്ചിട്ടാണല്ലോ കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തൊക്കെ തുടരുന്നത്. ഒരുപാട് കാലം രാജ്യം ഭരിച്ചതൊക്കെ നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ. അവരെന്തിനായിരുന്നു VD സവർക്കറെ സ്റ്റാമ്പൊക്കെ അദ്ദേഹത്തിന്റെ VD സവർക്കറുടെ പേരിലൊക്കെ സ്റ്റാമ്പൊക്കെ ഇറക്കിയിരുന്നത്? നിങ്ങൾ ആദ്യം ഇതൊക്കെ കോൺഗ്രസിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. എവിടെയോ നക്കിയിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ ഈ ബ്രിട്ടാസ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ഏറ്റവും ചൊരുങ്ങിയത് നിങ്ങളുടെ മുന്നണിയിലെ കോൺഗ്രസ്സുകാരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. എന്നിട്ടൊക്കെ പോരെ ജനങ്ങളോട് ഈ പച്ചക്കള്ളം പറഞ്ഞ് നടക്കല്. ഏതായാലും ബ്രിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കണോ, ഈ പാർട്ടി ഇങ്ങനെ സംഭവമാണെന്ന് പറയാൻ പോലും ഇപ്പോ കേരളത്തിൽ നിന്നേ സാധിക്കൂ. മലയാളത്തിലെ ഈ സഭയിൽ നിന്ന് മോദിക്ക് പേടിയാണ്, അമിത്ഷാക്ക് പേടിയാണ് എന്ന് പറയാൻ ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് സാധിക്കോ? ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാ. ബ്രിട്ടാസിനെ സഭയിൽ നിന്ന് ഓരെന്തു പറഞ്ഞാലും മിണ്ടില്ല, ഓടി കേരളത്തിലെത്തും. അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ വീര പോരാളിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. ഇതാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകളുടെ രാജ്യത്തെ അവസ്ഥ. നിർമ്മലാജിയോടുള്ളൊരു റിക്വസ്റ്റ് ആണ്, ഞങ്ങളെ വീര ശൂര പരാക്രമിയൊക്കെയാണ് ഞങ്ങളുടെ ബ്രിട്ടാസ്, ഇങ്ങനെ അങ്ങ് തേച്ച് ഒട്ടിക്കരുത്.